ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ സർക്കാർ മേഖലയിൽ കൂടുതൽ പേരും തിരുവനന്തപുരത്തുള്ള ആളുകളാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ സർക്കാർ മേഖലയിലെ 347 പേർ തട്ടിപ്പ് നടത്തിയെന്നാണ് CAG കണക്കുകൂട്ടുന്നത്. സംസ്ഥാനത്താകെ സർക്കാർ മേഖലയിലെ 9201 പേർ തട്ടിപ്പ് നടത്തി. ഇതിലാണ് ഇത്രയധികം ആളുകൾ തിരുവനന്തപുരത്തുള്ളത്. പെൻഷൻ തട്ടിപ്പിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി പരിശോധന നടത്തുമെന്ന് അറിയുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും ഷബീദ് റാവുത്തറും തത്സമയം ചേരുകയാണ്. ആദ്യം ഉമേഷിലേക്ക്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഉമേഷ്, യഥാർത്ഥത്തിൽ ഈ നമ്മുടെ തലസ്ഥാനത്ത് ചേക്കേറിയ ആൾക്കാരാണല്ലോ അതിൽ പെട്ടുപോയത്. ഉമേഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും അതിലുണ്ടോ? ഗുഡ് മോർണിംഗ് SKN. എന്തായാലും തലസ്ഥാനത്താണ് ഏറ്റവും അധികം സർക്കാർ ജീവനക്കാരുള്ളത്. അത് ഒരുപക്ഷെ ഇത്തരത്തിൽ തട്ടിപ്പുകാരുടെ എണ്ണം കൂടാൻ ഒരു ഘടകമായിട്ടുണ്ടാവും. എങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാർ സർക്കാരിനെ പറ്റിച്ച് ക്ഷേമ പെൻഷൻ കൈക്കലാക്കിയിരിക്കുന്നത്. CAGയുടെ റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തലുള്ളത്. ഈ കണ്ടെത്തൽ പ്രകാരം 347 സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ, താൽക്കാലിക ജീവനക്കാർ എന്നിവർ ചേർന്ന് 1,53,00,000 രൂപ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് മാത്രം തട്ടിയെടുത്തു. കോഴിക്കോട് കോർപ്പറേഷനാണ് രണ്ടാം സ്ഥാനത്ത്. കോഴിക്കോട് കോർപ്പറേഷനിൽ 169 പേരാണ് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും താൽക്കാലിക ജീവനക്കാരുമായുള്ളത് പെൻഷൻ പട്ടികയിലുള്ളത്. ഇവർ 77,05,000 രൂപയാണ് തട്ടിയെടുത്തത്. മൂന്നാം സ്ഥാനത്ത് തൃശൂർ കോർപ്പറേഷനും കണ്ണൂർ കോർപ്പറേഷനുമാണ്. ഈ രണ്ട് കോർപ്പറേഷനിലും 102 സർക്കാർ ജീവനക്കാർ വീതം ഈ ക്ഷേമ പെൻഷൻ പട്ടികയിലുണ്ട്. കൊല്ലത്ത് 75-ഉം കൊച്ചിയിൽ 70 പേരുമാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സർക്കാർ മേഖലയിലുള്ളവർ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലാണ്. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ 185 സർക്കാർ മേഖലയിലുള്ള ആളുകൾ സർക്കാരിനെ പറ്റിച്ച് ഈ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തു. ഈ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ മാത്രം 79,08,000 രൂപയാണ് ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പിലൂടെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും എല്ലാവരും ചേർന്ന് കൈക്കലാക്കിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയാണ്. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ 68 സർക്കാർ പെൻഷൻ താൽക്കാലിക ജീവനക്കാർ ചേർന്ന് 28,12,000 രൂപയാണ് തട്ടിയെടുത്തത്. മൂന്നാം സ്ഥാനത്ത് കോട്ടയമാണ്. 43 പേരാണ് കോട്ടയം മുനിസിപ്പാലിറ്റി പരിധിയിലുള്ളത്. പഞ്ചായത്ത് കണക്കെടുക്കുകയാണെങ്കിൽ പഞ്ചായത്ത് കണക്കിൽ ആദ്യ 2 സ്ഥാനത്തും വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പഞ്ചായത്തുകളാണ്. ഒന്നാം സ്ഥാനത്ത് മണ്ണഞ്ചേരിയാണ്. മണ്ണഞ്ചേരി പഞ്ചായത്തിലെ 69 സർക്കാർ പെൻഷൻ താൽക്കാലിക ജീവനക്കാർ ചേർന്ന് 28,86,000 രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ളത് മാരാരിക്കുളം പഞ്ചായത്തിലെ സർക്കാർ പെൻഷൻ താൽക്കാലിക ജീവനക്കാരാണ്. മാരാരിക്കുളം പഞ്ചായത്തിൽ 47 പേരാണ് ഈ രീതിയിൽ സർക്കാർ മേഖലയിലുള്ളവർ സർക്കാരിനെ പറ്റിച്ച് തന്നെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിരിക്കുന്നത്. 17,95,000 രൂപയാണ് മാരാരിക്കുളം പഞ്ചായത്തിൽ ഈ രീതിയിൽ തട്ടിപ്പ് നടത്തിയത്. മൂന്നാം സ്ഥാനത്ത് കുളത്തൂരാണ്. SKN. ഓക്കെ, താങ്ക് യു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സോഷ്യൽ ഓഡിറ്റിംഗ് ഏജൻസി തീർച്ചയായിട്ടും കണക്കുകളൊക്കെ പരിശോധിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ക്ഷേമ പെൻഷൻ അടിച്ചു മാറ്റിയവർക്ക് രക്ഷയില്ല എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഷബീദ് റാവുത്തർ ചേരുന്നു തത്സമയം. ഷബീദ്, ഗുഡ് മോർണിംഗ്. ഷബീദ്, എന്തൊക്കെ നീക്കമാണ് സർക്കാർ എടുക്കാൻ പോകുന്നത്? കാരണം ഇതിനകത്ത് സർക്കാരിൻ്റെ പിടിപ്പുകേടും ഒക്കെ തന്നെ വ്യക്തമാകും. ഇത്രയും കാലം ഇവർക്ക് ഈ പണം തട്ടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഉറപ്പായിട്ടും. കാരണം മസ്റ്ററിംഗിനടക്കം സംസ്ഥാന സർക്കാർ പുലർത്തിയ ജാഗ്രത കുറവ് അത് ഈ തട്ടിപ്പിന് കാരണമായെന്നുള്ള വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാരിന് മുൻപിലേക്ക് ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും എത്തിയിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരിഹരിക്കാൻ ഒരു വലിയ പരിശോധന, ഒരു മാസ് പരിശോധന നടത്താനാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി വഴിയായിരിക്കും ആ പരിശോധന നടത്തുക. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സൊസൈറ്റിയുടെ സേവനം ഉപയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഗുണഭോക്താക്കളുടെ ഓരോരുത്തരുടെയും വിവരങ്ങൾ അത് കൃത്യമായി പരിശോധിക്കും. സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ സ്പാർക്കിൽ നിന്നും ശേഖരിച്ച് പരിശോധന നടത്തും. വിശദമായ പരിശോധനയ്ക്ക് ശേഷം സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതും സർക്കാരിന്റെ ആലോചനയിലുണ്ട്. കാരണം ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച്, പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ക്ഷേമ പെൻഷനാണ് അവർ ഉയർത്തുന്ന ഏറ്റവും വലിയ ജനക്ഷേമ പ്രവർത്തനം. ആ പ്രവർത്തനത്തിൽ തന്നെ കടക്കൽ കത്തിവെക്കുന്ന ഈ സമീപനം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം പ്രത്യേക യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ നിലപാടെടുത്തു. CPM സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത് അനർഹർ കയറിക്കൂടാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പരിശോധന നടത്തുന്നതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. കടുത്ത നടപടി, അത് വിജിലൻസ് അന്വേഷണത്തിനപ്പുറമായി വകുപ്പ് നടപടികൾ ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തുക എന്നതുകൂടി സർക്കാർ ലക്ഷ്യം വെക്കുന്നുണ്ട്. SKN. താങ്ക് യു ഷബീദ് റാവുത്തർ.